കർണാടക ഡിസ്ട്രിക്റ്റ് അല്ലല്ലേ? ഹലോ, ഇത് ഒരു സഡൻലി പ്ലാൻഡ് ട്രിപ്പിൻ്റെ ഒരു വ്ളോഗാണ്. ഞങ്ങൾ ബാംഗ്ലൂരായിരുന്ന സമയത്ത് നമുക്ക് വീക്കെൻഡ് ഒരു ട്രിപ്പ് പോയാലോ എന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ബദാമി പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് രാത്രി 9:30 ആയപ്പോൾ ട്രെയിൻ കയറി ആൻഡ് പിറ്റേ ദിവസം രാവിലെ 8-8:30 ആയപ്പോൾ ബദാമിയിലെത്തി. ഓൾമോസ്റ്റ് ഈ വഴി ഒക്കെ കാണുമ്പം ഞങ്ങൾക്ക് ഗന്ദിക്കോട്ട പോയതാണ് കംപ്ലീറ്റ്ലി ഓർമ്മ വന്നത്. ആൻഡ് നമ്മളൊരു ഓട്ടോ പിടിച്ചാണ് സ്റ്റേയിലേക്ക് പോയത്. ഈ ഓട്ടോ ഒരു ഡിഫറെൻറ്റ് ഓട്ടോയാണ്, ലൈക്ക് ജീപ്പിൻ്റെ മോഡലൊക്കെ പോലെ എനിക്ക് തോന്നി. നടുക്ക് സീറ്റിംഗ്, പിന്നെ ബാക്കിൽ ഇങ്ങനെ കുറുകിയിരിക്കുന്ന സീറ്റിങ്സ്, അങ്ങനെ ഒരു ജീപ്പിൻ്റെ കംപ്ലീറ്റ് മോഡൽ. ഞങ്ങൾക്ക് ആർക്കും അവരുടെ ഭാഷ അറിയില്ല, അവർക്കധികം ഇംഗ്ലീഷും അറിയില്ല, ബട്ട് കുറച്ച് ഹിന്ദി അറിയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആർക്കും ഹിന്ദി അറിയില്ല. മുറി ഹിന്ദിയൊക്കെ വെച്ച് നമ്മൾ ഓട്ടോക്കാരനോട് എന്തൊക്കെയോ പറഞ്ഞ് ലാസ്റ്റ് നമ്മുടെ സ്റ്റേയിലെത്തി. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു നമ്മുടെ റൂം എന്ന് പറയുന്നത്. റൂം ആക്ച്വലി അതൊരു വീട് പോലെ തന്നെയായിരുന്നു. അതായത് ഒരടുക്കള, അതുപോലെ തന്നെ 2 റൂം, ഒരു ബാത്റൂം, പുറത്ത് പിന്നെയും ഒരു ടോയ്ലറ്റ്, അങ്ങനെ ഒരു കുട്ടി വീട് പോലെ തന്നെ. അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ, നൈസ് സ്റ്റേ ആയിരുന്നു. വന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും അധികം ടൈം നമുക്ക് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ആ വീട്ടുകാരോട് തന്നെ പറഞ്ഞ് ഒരു ഓട്ടോ നമ്മൾ അറേഞ്ച് ചെയ്ത് 2 ദിവസത്തേക്ക് ഓട്ടോ അറേഞ്ച് ചെയ്ത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കേവ് ടെമ്പിൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ തന്നെ പല വീഡിയോസിലും ഞാൻ കണ്ടായിരുന്നു ആ പോകുന്ന വഴി ഭയങ്കര വൃത്തികേടായിരിക്കും, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ. ബട്ട് പോയപ്പോഴാണ് മനസ്സിലായത് വഴി നിറച്ച് പന്നി, അതുപോലെ തന്നെ വേസ്റ്റ്, വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നു. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തികേടായിട്ട് കിടപ്പുണ്ടായിരുന്നു വഴി കേട്ടോ. ആ എത്തിച്ചേരുന്ന വഴി ഭയങ്കര മോശം, ഭയങ്കര വൃത്തികേടായിരുന്നു. ഇപ്പൊ എവിടെ നിൽക്കുന്നതെന്ന് അറിയാവോ? ആക്ച്വലി കർണാടകയിലുള്ള ബാഗൽകോട്ട് ഡിസ്ട്രിക്റ്റിൽ ബദാമി എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ്. ഇത് ഒരുപാട് സാധനം നമുക്ക് കാണാനായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബദാമി കേവ് ടെമ്പിൾസ്. ഏകദേശം ഒരു 1500 വർഷത്തോളം പഴക്കമുണ്ട് ഈ കേവ് ടെമ്പിൾസിന്. 6th സെഞ്ച്വറി 7th സെഞ്ച്വറിയിൽ എന്തോ ആണ് ഈ കേവ് ടെമ്പിൾസ് ഡിസ്കവർ ചെയ്തത്. ആൻഡ് ചാലൂക്യ ഡൈനാസ്റ്റിയാണ് ഈ കേവ് ടെമ്പിൾസ് പണിതത്, അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അതുപോലെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് താഴേന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കിടിലമായിട്ട് ഈ കേവ് ടെമ്പിൾസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അടിപൊളിയാണ്. നല്ല ചുമന്ന പാറക്കല്ലുകൾ തുരന്നിട്ടാണ് ഈ കേവ് ടെമ്പിൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബദാമിക്കുണ്ടല്ലോ പണ്ടൊരു പേരുണ്ടായിരുന്നു, അതായത് പഴയ പേരെന്ന് പറയുന്നത് വാതാപിപുര എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബദാമിക്ക് ബദാമി എന്ന് പേര് വരാൻ കാരണം ബദാമിൻ്റെ നിറത്തിലുള്ള പാറകളാണ് ഇവിടെ കൂടുതൽ. സോ അങ്ങനെയാണ് ബദാമി എന്ന് പേര് വന്നത് എന്ന് കുറേ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. 4 ഗുഹാക്ഷേത്രങ്ങളാണുള്ളത്. 3 ഹിന്ദു ക്ഷേത്രങ്ങളും 1 ജൈന മതക്ഷേത്രമാണ് കേട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അടിപൊളി വ്യൂ ആണ് കേട്ടോ, നൈസാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പെർ പേഴ്സൺ 25 രൂപയാണ്. ഫോറിൻ സിറ്റിസണിന് 300 രൂപയാണ് പറയുന്നത്. ആണ് ഫസ്റ്റ് കേവ് ടെമ്പിൾ ആൻഡ് ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് നടരാജ. 18 കൈകളുള്ള ശിവന്റെ ഒരു ശില്പമാണിതെന്ന് പറയുന്നത്. ഇതിനകത്ത് ശിവന്റെ ഓരോ കൈകളും ഭരതനാട്യത്തിന്റെ പ്രതീകമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശിവന്റെ വാഹനമായ നന്ദിയെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ശിവന്റെ റൈറ്റ് സൈഡിൽ ഒരു ഡ്രമ്മർ ഇരിപ്പുണ്ട്. ആ ഡ്രമ്മറുടെ പേര് തണ്ടു എന്നാണ്. അതുപോലെ തന്നെ താണ്ഡവം, ശിവതാണ്ഡവം എന്ന് പറയുന്നത്, താണ്ഡവത്തിന് ഒരു പുരാണമുണ്ട്. അതായത് ഹിന്ദു പുരാണം അനുസരിച്ച് നാട്യശാസ്ത്രത്തിൻ്റെ രചയിതാവായ ഭരതമുനിയെ ഈ നൃത്തം പഠിപ്പിക്കാനായിട്ട് തണ്ടുവിനോടാണ് ശിവൻ പറഞ്ഞത്. അങ്ങനെയാണ് ഈ നൃത്തത്തിന് താണ്ഡവം എന്ന പേര് കിട്ടിയതെന്നാണ് പറയുന്നത്. അവിടുത്തെ സെക്യൂരിറ്റീസ് ഭയങ്കര സീനാണ്. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കൂടി വീഡിയോ എടുക്കുക എന്തേതാവന്മാർ സമ്മതിക്കുകയില്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്തോ, വീഡിയോ എടുക്കാൻ പാടില്ല. ഫോണെങ്ങാനും ഒന്ന് റെക്കോർഡിങ് ലൈക്ക് അവർ കണ്ടു കഴിഞ്ഞാൽ അപ്പം പുറകെ വരും. അതുകൊണ്ട് പിന്നെ ഉള്ളതൊന്നും അധികം അങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അവരെ കാണാതെ കുറേയൊക്കെ ഒളിച്ചെടുത്തു. സോ ഇനി അത് അല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ്
ഫസ്റ്റ് കേവ് ടെമ്പിളിലോട്ട് നമ്മൾ കയറുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഹരിഹര പാനൽ കാണാനായിട്ട് പറ്റും. ഇത് ഒരു ബ്ലെൻഡ് ഓഫ് വിഷ്ണു ആൻഡ് ശിവനാണ്. അതായത് ഹരി വിഷ്ണുവും ഹരൻ ശിവനുമാണ്. സോ ഇതൊരു ഹരിഹരൻ്റെ പാനലാണ്. ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കോടാലി ആൻഡ് ഓൾസോ ഒരു സർപ്പത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ശിവനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് റൈറ്റ് ഹാൻഡ് നോക്കിക്കേ നമുക്കൊരു ശംഖ് കാണാനായിട്ട് പറ്റും. അത് വിഷ്ണുവിനെയാണ് കേട്ടോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശിവൻ്റെ അരയിൽ നമുക്കൊരു സർപ്പം കാണാം. അതുപോലെ തന്നെ കാലിൽ നമുക്ക് കണങ്കാല് കാണാനായിട്ട് പറ്റും. ഒരു ഫുള്ളി ഡീറ്റെയിൽഡ് സ്ട്രക്ചറാണ്. ഈ കേവ് ടെമ്പിൾസിൻ്റെ ഉണ്ടല്ലോ വാൾസിലും അതുപോലെ തന്നെ തൂണുകളിലും മാത്രമല്ല കേട്ടോ ശില്പങ്ങളുള്ളത്. അതിൻ്റെ സീലിങ്ങിലും എന്തുമാത്രം ശില്പങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നറിയോ. ഇപ്പം നമ്മൾ കാണുന്നില്ലേ, ഇതെന്ന് പറയുന്നത് നാഗരാജാവിൻ്റെ ഒരു ശില്പമാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠയിരിക്കുന്നതിൻ്റെ പുറത്തായിട്ട് നമുക്കൊരു നന്ദി ശില്പം കാണാനായിട്ട് പറ്റും. ബട്ട് അകത്തോട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ പ്രധാന പ്രതിഷ്ഠയില്ല കേട്ടോ. അവിടെ അകത്തൊന്നുമില്ല. അടുത്തായിട്ട് ഞങ്ങൾ കണ്ടത് ഒരു അർദ്ധനാരീശ്വര പാനലായിരുന്നു കേട്ടോ. അതായത് പരമശിവന്റെയും പാർവതിയും കൂടെ കൂടിച്ചേർന്നൊരു രൂപം. അതിന്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് പാർവതിയെ, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ശിവനെയും കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ കാലിൽ കണങ്കാല, അതുപോലെ തന്നെ കുറേ ആഭരണങ്ങൾ, പിന്നെ മുടി, ഉയർന്ന ചെസ്റ്റ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ സൈഡിൽ റൈറ്റ് സൈഡിൽ പാർവതിയും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ശിവനുമാണ്. ഈ പാനലിൽ ലെഫ്റ്റ് സൈഡിൽ ശിവന്റെ വശത്തായിട്ട് ഒരു അസ്ഥികൂടം കണക്ക് ഒരു മനുഷ്യൻ ഇരിക്കുന്നതാണ്. അതാണ് ഭൃങ്കി മഹർഷി കേട്ടോ. ഈ ഭൃങ്കി ഒരു വലിയ ശിവഭക്തനായിരുന്നു. ശിവന് ചുറ്റും മാത്രം പ്രദക്ഷിണം വെക്കണം എന്നാണ് ഈ ഭൃങ്കി ആഗ്രഹിച്ചിരുന്നത്. പാർവതി പെണ്ണായതുകൊണ്ട് വലിയ ബഹുമാനമൊന്നും ഭൃങ്കി കൊടുത്തില്ല. അപ്പം ശിവനും പാർവതിയും ചേർന്നിട്ട് അർദ്ധനാരീശ്വരനായിട്ട് മാറിയിട്ടും ഭൃങ്കി അങ്ങനെ കുലുങ്ങിയൊന്നുമില്ല. ശിവനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിന്നു. പാർവതിക്കപ്പോൾ ദേഷ്യം വന്നു. അമ്മയിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം പാർവതി ഭൃങ്കിയിൽ നിന്ന് അങ്ങ് എടുത്തു. അതായത് ഹിന്ദുസിന്റെ പുരാണം അനുസരിച്ച് ബോഡിയുടെ ഹാർഡസ്റ്റ് പാർട്സായ അസ്ഥികൾ, ഞരമ്പുകൾ, ഇതൊക്കെ അച്ഛനിൽ നിന്നും, അതുപോലെ തന്നെ മാംസം, രക്തം, ഇതൊക്കെ അമ്മയിൽ നിന്നും വരുന്നുവെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പാർവതിയുടെ ശാപം കൊണ്ട് ഭൃങ്കി അങ്ങനെ ഒരു അസ്ഥികൂടമായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഫസ്റ്റ് കേവ് ടെമ്പിളിൽ നല്ല തിരക്കായിരുന്നു. സോ ഞങ്ങൾ അധികം അവിടെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ അടുത്ത ഇതിലേക്ക് നടന്നു. പോയ വഴിക്കെല്ലാം കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട് അവിടെ. ഈ സെക്കൻഡ് കേവ് ടെമ്പിൾ ചെറുതാണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു വിഷ്ണു. അതിൻ്റെ ഫ്രണ്ടിൽ ആ കേവ് ടെമ്പിളിനെ പറ്റിയുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ത്രിവിക്രമ പാനൽ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് കേട്ടോ ഇത്. വിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരമാണ് ഈ ത്രിവിക്രമൻ. ഇന്ദ്രൻ മഹാബലിയോട് അസൂയ തോന്നിയിട്ട് മഹാബലിയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിനോട് അപേക്ഷിക്കുന്നു. അങ്ങനെ വിഷ്ണു വാമനനായിട്ട് വന്ന് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 അടി മണ്ണ് തരണം എന്ന് പറയും. അപ്പം നമ്മുടെ മഹാബലി ഓക്കെ പറയും. അങ്ങനെ വാമനൻ ഭീമാകാരമായിട്ടൊരു രൂപമായിട്ട് വളരും. ആ രൂപമാണ് കേട്ടോ ത്രിവിക്രമൻ. അങ്ങനെ ത്രിവിക്രമൻ വന്നിട്ട് 2 അടി ഭൂമിയും പാതാളവും ആകാശവും അങ്ങോട്ട് അളന്നെടുക്കും. ലാസ്റ്റത്തെ അടി എവിടെ വെക്കണം എന്നുള്ള ചോദ്യത്തിന് തൻ്റെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് മഹാബലി പറയുന്നു. ആ ഒരു ഇൻസിഡൻ്റ് ആണ് ആക്ച്വലി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ കണ്ടത് വിഷ്ണുവിൻ്റെ വരാഹ അവതാരമാണ്. വരാഹ അവതാരത്തിൽ വിഷ്ണു കാട്ടുപന്നിയുടെ രൂപമാണ് എടുക്കുന്നത്. വരാഹന്റെ കയ്യിൽ മെലിഞ്ഞൊരു സ്ത്രീയുണ്ട്. അത് ഭൂമിദേവതയാണ് കേട്ടോ. അതായത് ഹിന്ദു പുരാണം അനുസരിച്ച് ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞ അസുരൻ ഭൂമിദേവതയെ അഗാധത്തിലേക്ക് തട്ടിക്കൊണ്ടുപോകുന്നു. വിഷ്ണു വരാഹ രൂപത്തിലെത്തിയിട്ടാണ് ഭൂമിദേവതയെ രക്ഷിക്കുന്നത്. ഈ പാദത്തിന്റെ അടുത്ത് ചുരുണ്ടൊരു സർപ്പത്തെ നമുക്ക് കാണാൻ പറ്റും. അത് വിഷ്ണുവിന്റെ പരിചാരകനായ ശേഷനാഗമാണ്. സെക്കൻഡ് കേവ് ടെമ്പിൾ കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് കയറുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് അഗസ്ത്യ ലേക്കും അതുപോലെ തന്നെ ഭൂതനാഥ സ്വാമി ടെമ്പിൾ കോംപ്ലക്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്ത് രസമാണെന്നറിയോ, നല്ല ഭംഗിയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ കണ്ടത് തേർഡ് കേവ് ടെമ്പിൾ ആയിരുന്നു. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കേവ് ടെമ്പിൾ. ഇവിടെ ശ്രീകോവിലിന്റെ പുറത്തായിട്ട് ഗരുഡന്റെ ഒരു ശില്പം കൊത്തിവെച്ചിട്ടുണ്ട്. അതായത് വിഷ്ണുവിന്റെ വാഹനമാണ് ഗരുഡൻ. സോ പ്രധാന ദേവതയുടെ വാഹനം ശ്രീകോവിലിന് പുറത്ത് കൊത്തിവെക്കുന്നൊരു ചടങ്ങ് ഹിന്ദു ക്ഷേത്രങ്ങൾക്കുണ്ട്. പിന്നെ ഞാൻ അവിടെ ത്രിവിക്രമ രൂപം കണ്ടു, അതുപോലെ തന്നെ ഹരിഹര രൂപം, അതുപോലെ തന്നെ വരാഹ രൂപം, ഇതൊക്കെ എഗെയിൻ കണ്ടു. ഇതൊരു വിഷ്ണു ക്ഷേത്രമാണ്. സോ വിഷ്ണുവിന്റെ പല അവതാരങ്ങളെയും എഗെയിൻ എനിക്ക് കാണാൻ പറ്റി. ഇതൊക്കെ കൂടാതെ വിഷ്ണുവിന്റെ മറ്റൊരു അവതാരമായ നരസിംഹത്തിന്റെ രൂപം ഞാൻ അവിടെ കണ്ടിട്ടോ. 4 കൈകളുള്ള ഒരു നരസിംഹത്തിന്റെ അടിപൊളി ഒരു രൂപം. അത് കഴിഞ്ഞിട്ട് ശേഷനാഗത്തിന്റെ മുകളിലിരിക്കുന്ന വിഷ്ണുവിന്റെ ഒരു ശില്പം കൂടെ കണ്ട്. ഈ ക്ഷേത്രത്തിനുള്ളിലും നമ്മൾ നടന്നു പോകുന്ന തറയിലെല്ലാം ഓരോ ശില്പപ്പണികളുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സീലിങ്ങിലും ഒരുപാട് കൊത്തുപണികളുണ്ട് കേട്ടോ. ഈ കേവ് ടെമ്പിളിനകത്ത് ഞാൻ പ്രതിഷ്ഠയൊന്നും കണ്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ കേവ് ടെമ്പിൾ ഇച്ചിരി കൂടെ വലുതാണെന്ന് പറഞ്ഞല്ലോ. ഓരോ തൂണിലും കൊത്തുപണികളും അതും ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കേവ് ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ വാൾസിൽ നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ്സ് ഒക്കെ കാണാനായിട്ട് പറ്റും. പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്തത് കൊണ്ട് അതെല്ലാം പോയി എന്നാണ് പറയുന്നത്. കേവ് ടെമ്പിൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് 4th കേവ് ടെമ്പിളിലേക്കാണ്. അതൊരു ജൈനമത ക്ഷേത്രമാണ്.
ബട്ട് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ചെറുതാണെങ്കിലും രസമുണ്ടായിരുന്നു, അതുപോലെ തന്നെ വലിയ ശല്യമില്ലായിരുന്നു. ആദ്യമൊക്കെ കുറേ ആളുകളുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാവരും പോയി. നമുക്ക് കുറച്ചുകൂടെ പ്രൈവസി കിട്ടിയ ഒരു സ്ഥലമായിരുന്നു അത്. ആക്ച്വലി വളരെ കഷ്ടപ്പെട്ട് ഞാൻ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണിത്, പക്ഷെ ഒരു തുള്ളി പോലും സൗണ്ടില്ല, കാരണം ഭയങ്കര സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന മതിൽ കണ്ടോ, അതായത് ഇവിടെ ഈ 4 ഗുഹാക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഈ ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇതൊരു ഉയർന്ന മതിലിനകത്താണുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജൈന ഋഷിമാരിൽ പലരും, അതായത് ഇവരെ ദിഗംബരന്മാരെന്നാണ് പറയുന്നത്, അവർ നഗ്നത പരിശീലിക്കുന്നവരായിരുന്നു. അത്തരത്തിലുള്ള ഋഷിമാരെ കാണാനിടയായാൽ അത് ഹിന്ദു വിശ്വാസികൾക്ക് അരോചകമായേക്കാം. ചാലൂക്യൻസ് ഹിന്ദു വിശ്വാസികളായിരുന്നല്ലോ. നേരെ തിരിച്ചും അവർക്കൊരു ബുദ്ധിമുട്ട് കാണുമല്ലോ. സോ അങ്ങനെ പരസ്പരം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുപോലൊരു മതിൽ അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഉള്ള 3 കേവ് ടെമ്പിൾസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ടെമ്പിളാണ്, ചെറിയ കേവ് ടെമ്പിളാണ് ഈ 4th വൺ എന്ന് പറയുന്നത്. ആൻഡ് ഇതിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവീരനാണ്. ശില്പം എന്ന് പറയുന്നത് പാർശ്വനാഥന്റെ ശില്പമാണ് കേട്ടോ. അതായത് ജൈന മതത്തിലെ 22ാമത്തെ തീർത്ഥങ്കരനാണ് പാർശ്വനാഥൻ. ഈ പാർശ്വനാഥനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർശ്വനാഥന്റെ തലയ്ക്ക് മുകളിലായിട്ട് ഒരു 5 തൊപ്പിയുള്ള സർപ്പം ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിത് പാർശ്വനാഥനാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവീരനാണ്. ആൻഡ് ജൈന മതത്തിലെ അവസാനത്തെ തീർത്ഥങ്കരനാണ് മഹാവീരൻ. ഓക്കെ, ഈ ഇരിക്കുന്ന പൊസിഷനും അതുപോലെ തന്നെ തലയ്ക്ക് മുകളിലുള്ള ആ ട്രിപ്പിൾ പാരസോളും വെച്ചിട്ടാണ് നമ്മളിത് മഹാവീരനാണെന്ന് തിരിച്ചറിയുന്നത്. ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ 2 കുട്ടികൾ അകത്ത് കയറിപ്പോയി മഹാവീരനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. തീർത്ഥങ്കരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈനവിശ്വാസം അനുസരിച്ച് മഹാനായ ഗുരുവിനെയാണ് നമ്മൾ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത്. ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് മഹാവീരൻ. ഈ ചാലൂക്യ കിങ്സ് എന്ന് പറയുന്നത് വൈഷ്ണവരായിരുന്നു. ബട്ട് ഈ ലാസ്റ്റ് ക്ഷേത്രം എന്ന് പറയുന്നത് ജൈനമത ക്ഷേത്രമാണെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചാലൂക്യ രാജാക്കന്മാരുടെ പ്രജകളിൽ പലരും ജൈന മതസ്ഥരായിരുന്നു. സോ ഈ ചാലൂക്യൻസ് അവരുടെ പ്രിൻസിപ്പളായ മതസഹിഷ്ണുതയുടെ ബേസിസിൽ ഈ ജൈന മതത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ജൈന ക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആചാരമുണ്ട് ഈ ജൈനിസ്റ്റുകൾക്ക്. അതായത് സന്താര എന്നാണ് അതിനെ പറയുന്നത്. സന്താര അല്ലെങ്കിൽ സല്ലേഖന എന്നൊക്കെ പറയും. അതായത് ജൈന മതത്തിലുള്ള ആളുകൾ ഒരു ഏജൊക്കെ ആയി കഴിയുമ്പോഴത്തേനും, വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും അവർ ഈ ലോകത്തിനോട്, അതായത് ഈ ലോകത്തിലുള്ള എൻ്റെ കർത്തവ്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം എനിക്ക് പീസ്ഫുള്ളായിട്ട് മരിക്കണം, ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് ഇവർ സ്പിരിച്വൽ ആയിട്ടുള്ള വലിയ ഗുരുക്കന്മാരുടെയൊക്കെ ആ ഒരു ഗൈഡൻസിലാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഇവർ ഒരു ഉപവാസത്തിലേക്ക് കടക്കും. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു മരണ ഉപവാസമാണ്. അതായത് ഒറ്റയടിക്ക് ഫുഡ് വെള്ളവും മൊത്തം അവരില്ലാണ്ടാക്കുകയല്ല, അതായത് നിർത്തുകയല്ല ചെയ്യുന്നത്. ഇവർ പയ്യെ കുറച്ച് കൊണ്ടുവരും. അതായത് ഫുഡിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ ഇൻടേക്ക് കുറച്ച് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവരൊരു ഉപവാസത്തിലോട്ട് കിടക്കും. അപ്പം ആ ഉപവാസത്തിൽ കിടക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവർക്ക് മോക്ഷം ലഭിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവർ അവർ തന്നെ മരണത്തിലേക്ക് അങ്ങ് പോവുകയാണ്. പക്ഷേ രാജസ്ഥാൻ ഹൈക്കോർട്ട് ഇത് ഒരു കൈൻഡ് ഓഫ് ആത്മഹത്യയാണെന്ന് പറഞ്ഞ് ഇത് നിരോധിച്ചായിരുന്നു. അങ്ങനെ നിരോധിച്ച സമയത്ത് അതൊരു ഭയങ്കര പ്രശ്നമാവുകയും അതുപോലെ തന്നെ ജൈനിസ്റ്റുകളെല്ലാം ഇതിനെതിരെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഇവർ മാർച്ച് എന്തൊക്കെയോ കുറേ പ്രശ്നമൊക്കെ ആയി. ലാസ്റ്റ് സുപ്രീം കോർട്ട് ആ വിലക്കെടുത്ത് മാറ്റി. കാരണം അക്കോർഡിംഗ് ടു ദം, അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു ആചാരമാണ്. ഓക്കെ, മോക്ഷം പ്രാപിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു ആചാരം മാത്രമാണ് സല്ലേഖന ഓർ സന്താര എന്ന് പറയുന്നത്. ബട്ട് ചിലരുടെ കാഴ്ചപ്പാടിൽ അതൊരു കൈൻഡ് ഓഫ് ആത്മഹത്യയാണ്. അങ്ങനെ ബദാമി കേവ് ടെമ്പിൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബനശങ്കരി ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്. അതതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ബനശങ്കരി ടെമ്പിൾ നമ്മൾ കാണാൻ വേണ്ടി പോയപ്പോഴത്തേനും ആദ്യം നമ്മളൊരു ജലസംഭരണി കണ്ടു. ബട്ട് അതിനകത്ത് വലിയ വെള്ളമൊന്നുമില്ല, വെള്ളമേ ഇല്ല ആക്ച്വലി. അതിന് ചുറ്റും ഒരുപാട് കൽമണ്ഡപം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് 3 നിലകളുള്ള ഒരു വിളക്ക് ഗോപുരം കാണാനായിട്ട് പറ്റും. 7ാം നൂറ്റാണ്ട് മുതലേ ഈ ഒരു ക്ഷേത്രം, ഇങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ടെമ്പിളിന് ചുറ്റും വലിയ മതിലുണ്ട് കേട്ടോ. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വനശങ്കരി ദേവിയാണ്. ആൻഡ് ശ്രീകോവിലിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ 8 കൈകളുള്ള ഒരു കറുത്ത ദേവിയുടെ രൂപം നമുക്ക് കാണാനായിട്ട് പറ്റും. അകത്തോട്ട് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. പിന്നെ അതിന് ചുറ്റും നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. ഇതിനകത്ത് വലിയ എക്സ്പ്ലനേഷൻസ് ഒന്നും ഇല്ല. അതായത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.